എന്തുപറ്റി? അമ്മ ഫോൺ ചെയ്തിരുന്നൂടാ. അങ്കിളും ആന്റി ഇന്ന് വീട്ടിൽ ചെന്നിരുന്നു. എന്തിന്? അങ്കിള് നീ വാങ്ങിക്കൊടുത്ത ബൈക്കിൽ ആന്റിയും കയറ്റിക്കൊണ്ട് കറങ്ങി അടിച്ച വീട്ടിൽ ചെന്നതെന്നടാ. സത്യമാണോ ഇത്? സത്യടാ ഫാൽക്കു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. യെസ്, വാവ് കില്ലർ, വാവ്. യെസ് യെസ് യെസ്. ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണോ ഞാൻ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത ഡേ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നത്? എന്റെ ഉദയ്, ഇത് ചെറിയ വിഷയോ? നീ പറയടാ, ഇത് നിനക്ക് എത്ര വലിയ വിഷയാന്ന് പറ. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഇവൻ എത്ര നാളായിട്ട് വെയിറ്റ് ചെയ്യാൻ അറിയോ ഋതു? It's a big day for him. It's really a big day for me. കോമ്പറ്റീഷൻ വിൻ ചെയ്തതിനേക്കാളും ഈ ദിവസമാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ മ്യൂസിക്കിലായാലും ലവിലായാലും ലൈഫിലായാലും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് നീ കാരണം. It's all because of you. Love you killer, love you. Yay! Shri? Hey, Shri, are you okay? കുഴപ്പമൊന്നുമില്ലല്ലോ ശ്രീ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എത്ര മാർക്ക് ഇടുമെന്ന് അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? ഇപ്പം ഞാൻ പറയാം, നിങ്ങളുടെ ശരിക്കും ഫ്രണ്ട്ഷിപ്പല്ല. മനസ്സിൽ തോന്നുന്ന എന്തു തന്നെയായാലും തുറന്നു പറയുന്ന ശരി. എനിക്കെന്നല്ല, കാണുന്ന ആർക്കായാലും നിങ്ങളെ വെറും ഫ്രണ്ട്സായിട്ടല്ല, ലവേഴ്സായിട്ടാണ് തോന്നുന്നത്. ഉദയ് വളരെ ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കുന്ന കരുതിയത്. നീ ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തേയില്ല ഉദയ്. മാരേജ് ചെയ്യാൻ പോകുന്ന ആളേക്കാൾ കൂടുതൽ ഫ്രണ്ടിനോട് ക്ലോസ് ആവുന്ന കണ്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കാനുള്ള അത്ര ബ്രോഡ് മൈൻഡഡ് അല്ല ഞാൻ. നിനക്ക് ഞാനാണോ ചന്തുവാണോ വലുതെന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ഒരുപോലെയാന്ന് നീ പറയുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. നീ രണ്ട് അൺഈക്വൽ തിങ്സിനെ കമ്പയർ ചെയ്യുന്നത്. അവൻ വേറെ, നീ വേറെ. അവൻ ചെറുപ്പത്തിലെ ഫ്രണ്ട്, ഇപ്പോഴും ഫ്രണ്ട്, എപ്പോഴും ഫ്രണ്ട്. നീ ഇന്നലെ ബോയ് ഫ്രണ്ട്, ഇന്ന് എന്റെ ഫിയാൻസെ, നാളെ എന്റെ ഹസ്ബൻഡാണ്. അവനോടുള്ള റിലേഷൻ ഒരിക്കലും മാറില്ല, പക്ഷെ നിന്റേതാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ഐ ലവ് യു ഉദയ്. നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഉദയനെ തല്ലിയത് തെറ്റ് തന്നെയാ ചന്തു. നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ശ്രീക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായ പോലെ എനിക്കത് സഹിക്കാനാവില്ല. എന്റെ പ്രോബ്ലം അത് തന്നെയാ ചന്തു. നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ എനിക്കെല്ലാം നീ തന്നെയാണെന്ന് വിചാരിച്ചു. നിന്നിൽ നിന്നും ഞാൻ അതാ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ഐ ഡോണ്ട് ഫൈൻഡ് ഇറ്റ്. ഏത് പെണ്ണായാലും അവളുടെ ബോയ് ഫ്രണ്ട് അവൾക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ആശിക്കും. എന്നാ നീയോ അവൾക്ക് ആ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഞാൻ നിന്നെ എത്ര കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ എന്നെക്കാൾ മുമ്പ് അവളാ നിന്നെ കെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ നീ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാ? എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ചന്തു. നമുക്കിടയിലുള്ള സ്പേസിൽ ആരോ വന്ന് ഓക്യുപ്പൈ ചെയ്യുന്നതായാ തോന്നുന്നത്. ഞാൻ എന്റെ ലൈഫ് ഷെയർ ചെയ്യുന്നത് നിന്നോടൊപ്പോ, അവളോടൊപ്പോ അല്ല. നീ ശ്രീയെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? മാറുന്ന റിലേഷൻഷിപ്പിനോടൊപ്പം എക്സ്പെക്ടേഷൻ കൂടി മാറും ശ്രീ. നീ എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടിരിക്കുമ്പോൾ മറ്റൊരാളുടെ ക്ലോസ് ആയിട്ട് പെരുമാറുന്ന ഞാൻ കണ്ടില്ലാന്ന് വെക്കും.
പക്ഷെ നമ്മുടെ മാരേജ് കഴിഞ്ഞാൽ നിന്നോട് എനിക്ക് കൂടുതൽ അധികാരം ഫീൽ ചെയ്യും. അപ്പോഴിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. ഉദയ്, നീ ശരിക്കും എന്താ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒന്നിച്ചുണ്ടാവണമെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നേ പറ്റൂ. അവൻ ഋതുവിനോട് പ്രപ്പോസ് ചെയ്ത അന്ന് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ആ ലവ് പ്രോബ്ലം ആവുമെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ നോക്കിയതാ. എന്നിട്ടിപ്പോ നമ്മുടെ ലവിന് വേണ്ടി എനിക്കൊരിക്കലും അത് പറ്റില്ല. എനിക്ക് നിന്നെ വേണം ഉദയ്, ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. വാ ഋതു, പ്ലീസ്. നമ്മൾ ഹാപ്പി ആയിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ. നീ പറഞ്ഞ പോലെ ഞാൻ ഹാപ്പി ആയിരിക്കുന്നതിനേക്കാൾ നീ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ബട്ട് ഐ കാൻ കോംപ്രമൈസ് ശ്രീ. നിനക്കറിയോ, നമ്മുടെ ലവിന് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തടസ്സമാവെന്ന് തോന്നിയപ്പോ അവൾ അകന്നു പോവാൻ തീരുമാനിച്ചവളാ. എന്റെ ലവ് വേണ്ടാന്ന് വെക്കാൻ അവൾ പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ അകന്നു പോണെന്നാ നീ പറയുന്നത് അല്ലേ? God damn it, ശ്രീയെ അവോയ്ഡ് ചെയ്ത് എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഋതു. ഋതു, ഋതു. ചെറിയ കുട്ടികളല്ലേ, ഏതോ നിസാര കാര്യത്തിന് വേണ്ടിയാ വഴക്കിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് അവിടെ വരെ പോയി ഉദയോട് സംസാരിച്ച് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് വാ. പ്രോബ്ലം അവിടെയൊന്നുമല്ല, ഇവരുടെ അടുത്താ. സ്നേഹിച്ചവരെയാ പിണക്കിട്ട് വന്നിരിക്കുന്നത്. എന്നിട്ടും ഇവർക്കിടയിലുള്ള സ്നേഹം എന്താണെന്ന് ഇപ്പോഴും ഇവര് തിരിച്ചറിയുന്നില്ലല്ലോ. എന്താ അമ്മേ, അവർ രണ്ടും ഞങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായി വന്നതല്ല. ഞങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്ന അവരങ്ങനെ സംസാരിച്ചതാ വിഷമമായത്. അമ്മയും ഇങ്ങനെ. ഉദയ് അങ്ങനെ സംസാരിച്ചെങ്കിൽ അവനെ തെറ്റു പറയാൻ പറ്റില്ല മോളെ. നിങ്ങളുടെ അമ്മമാര് പോലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ആലോചിച്ചത് തെറ്റു പറയാൻ പറ്റൂ? നിങ്ങൾ സ്നേഹിച്ചവർ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ആര് വന്നാലും ഇതേ സംഭവിക്കൂ. അവരുമായുള്ള കല്യാണം കഴിഞ്ഞിട്ടൊരു കുഴപ്പം ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പേ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നത് നിങ്ങൾക്ക് നല്ലത്. ഡിസിഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ഭാര്യ ഭർത്താക്കന്മാർ നല്ല സ്നേഹിതരാകുമോ എന്ന് പറയാൻ ഒക്കില്ലെങ്കിലും നല്ല സ്നേഹിതർക്ക് നല്ല ദമ്പതികളാകാൻ പറ്റും. നിങ്ങൾ എന്നും ഒരുമിച്ചുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ളത് ഒരേ ഒരു ഓപ്ഷനാ. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണം.